ഹോളിവുഡ് സിനിമകൾ മുതൽ ചെറിയ യൂട്യൂബ് വീഡിയോസിൽ വരെ കാണാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ. സ്റ്റാർ വാർസ്, ദ ടെർമിനേറ്റർ പോലുള്ള ക്ലാസിക് സിനിമകളിൽ സ്റ്റോപ്പ് മോഷൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. സോ എന്താണ് സ്റ്റോപ്പ് മോഷൻ, എങ്ങനെയാണ് ഒരു ബേസിക് സ്റ്റോപ്പ് മോഷൻ വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫോട്ടോസിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ. ഓരോ ഫോട്ടോയുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോൾ മൂവ്മെൻറ്റിൻ്റെ ഇല്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണ് സ്റ്റോപ്പ് മോഷൻ ക്ലിപ്സ് ഉണ്ടാക്കുന്നത്. ഒരു സ്റ്റോപ്പ് മോഷൻ വീഡിയോ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ഒരു ക്യാമറയാണ്. റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിരിക്കണം. അതിപ്പോൾ ഫോൺ ക്യാമറ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫോട്ടോസ് എടുക്കുമ്പോൾ ക്യാമറ ചെറുതായിട്ട് പോലും അനങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഒരു റിമോട്ടും ട്രൈപോഡും അത്യാവശ്യമാണ്. ചില ക്യാമറകളിൽ ഫോൺ റിമോട്ടായിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമേ. ടെക്നിക്കലി നിങ്ങൾക്ക് എക്സ്ട്രാ ലൈറ്റൊന്നും ഇല്ലാതെ സൂര്യവെളിച്ചം മാത്രം ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും. സ്റ്റോപ്പ് മോഷൻ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ ഫ്ലിക്കറിങ് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് കൂടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റ്സോസ് ഉള്ളതാണ് നല്ലത്. ഇനി നിങ്ങൾ എന്താണ് സബ്ജക്റ്റായി ഉപയോഗിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കണം. ഇത് നിങ്ങളുടെ സ്റ്റോറിയും ഇമാജിനേഷനും പോലിരിക്കും. പേപ്പർ ഉപയോഗിച്ചാണേലും ടോയ്സ് ആണേലും വലിയ ഒബ്ജക്ട്സ് ഉപയോഗിച്ചാണേലും ഇത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അവസാനമായി വേണ്ടത് ഒരു കമ്പ്യൂട്ടറും എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുമാണ്. സ്റ്റോപ്പ് മോഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് പ്രീമിയർ പ്രോ ആണ്. ഇനി നിങ്ങൾ ട്രൈപോഡും ലൈറ്റും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ ഫോട്ടോ എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് സെറ്റിങ്സ് എല്ലാം ഓക്കെ ആണല്ലോ എന്ന് ശ്രദ്ധിക്കണം. സബ്ജക്റ്റിനെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട് അടുത്ത ഷോട്ട് എടുക്കണം. ഓരോ ഷോട്ട്സ് എടുക്കുന്നതിനും ഇടയ്ക്ക് സെയിം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര ഷോട്ട്സ് എടുക്കണമെന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. കൂടുതൽ ഷോട്ട്സ് എടുത്താൽ വീഡിയോ കൂടുതൽ സ്മൂത്ത് ആവും. എല്ലാ സെറ്റിങ്സും മാനുവൽ ആക്കിയതിനു ശേഷം വേണം ഫോട്ടോസ് എടുക്കാൻ. ഇല്ലെങ്കിൽ ഓരോ ഫോട്ടോയുടെ ഇടയ്ക്ക് സെറ്റിങ്സിന് വ്യത്യാസം വരും. സബ്ജക്ട് മൂവ് ചെയ്യുമ്പോൾ എല്ലാം ഫോക്കസ് തന്നെ ആവണേ ക്യാമറയുടെ എഫ് സ്റ്റോപ്പ് നമ്പർ കൂട്ടി വെക്കണം. ഫോട്ടോസ് JPEG എടുക്കുന്നതാണ് നല്ലത്. റോ ആണെങ്കിൽ ഇത്രയും ഇമേജസ് എഡിറ്റ് ചെയ്യാൻ ശരിക്കും ഹൈ എൻഡ് കമ്പ്യൂട്ടർ വേണ്ടി വരും. നമുക്ക് മിക്കവർക്കും അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്റ്റോപ്പ് മോഷൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം എടുത്ത ഫോട്ടോസ് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഫോട്ടോസിൻ്റെ പേര് ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും വരാതെ ഓർഡറിലാണെന്ന് ഉറപ്പുവരുത്തണം. ഓർഡറിലല്ല എന്നുണ്ടെങ്കിൽ റീനെയിം ചെയ്ത് ഓർഡറിലാക്കിയാൽ മതി. ഇനി പ്രീമിയർ പ്രോയിൽ പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കാം. സീക്വൻസ് സെറ്റിങ്സ് നിങ്ങൾക്ക് വേണ്ട ഔട്ട്പുട്ട് അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് നോക്കിയും കോപ്പി ചെയ്താൽ മതി. ഇനി എടുത്ത ഫോട്ടോസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതിന് ആദ്യത്തെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് താഴെ ഇമേജ് സീക്വൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇമേജ് സീക്വൻസ് ആയതുകൊണ്ട് ഒറ്റ ഫയലായിട്ടായിരിക്കും ഇമ്പോർട്ട് ആവുന്നത്. ഇത് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇടണം. മിക്കപ്പോഴും ഫോട്ടോസിന് വീഡിയോസിനെക്കാട്ടിലും റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ റീസൈസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി കുറയാതെ ഫോട്ടോസ് ഒരുപാട് സൂമിൻ ചെയ്യാൻ കഴിയും. ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം. ഒരുപാട് ഫാസ്റ്റ് അല്ലെങ്കിൽ സ്ലോ ആണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓരോ വീഡിയോയ്ക്കും ഡിഫറൻറ്റ് സ്പീഡായിരിക്കും വർക്ക് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ ഇത് കൂട്ടിയും കുറച്ചും നോക്കണം. ഇനി കളർ ഗ്രേഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂമെട്രി യൂസ് ചെയ്ത് ചെയ്യാം. എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവസാനം നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. ഇത്രയും സിമ്പിളാണ് ഒരു ബേസിക് സ്റ്റോപ്പ് മോഷൻ വീഡിയോ ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ വലുപ്പം അനുസരിച്ച് ഇതൊന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാം. ഫിലിം മേക്കിംഗായി റിലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം.